വെൽക്കം ടു പുതിയ വീഡിയോ അല്ലേ. ഇനി ഞങ്ങൾ ഉണ്ടാവുന്ന ഞായറാഴ്ച ആയിട്ട് ഒരു പരിപാടിയില്ലല്ലോ, അപ്പം വെറുതെ ഇങ്ങനെ ഭയങ്കര അറിയാം നമുക്ക് ഗൈസ്. അപ്പം അന്നിക്കിതാ ഒരു സാധനം വാങ്ങി, പിന്നെ ഞാൻ ഒരു പുസ്തകം വാങ്ങി. കുറേ കാലമായി കള്ളൻ്റെ കഥ വായിക്കണം വിചാരിക്കണം. കയ്യുംകുളം കൊച്ചുണ്ണി വായിച്ചോക്കാം, രസമുണ്ടാവും. അങ്ങാടി കോളായിട്ട് പോയാൽ പിന്നെ പ്രശ്നമാണ്. തെറ്റി നിൽക്കുന്ന കോലാണ് നിങ്ങൾ കാണുന്നത്. എന്തിനാ വെച്ചാൽ ഐശു അല്ല ഐശ്. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങാടിയിലെത്തിയിട്ട് വാങ്ങിയിട്ട് നമ്മൾ വേങ്ങരത്ത് വരല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഐശു വേണമെന്ന് പറഞ്ഞു വിളിച്ചനോട്. ഓക്കുള്ള ഐസൊക്കെ വാങ്ങിക്കൊടുത്ത് പെരയിലെത്തിയപ്പം കൊറിയറിൻ്റെ ആൾ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ വരുന്നുണ്ട് കാരണം എന്താ സാധനം വെച്ചാൽ നമ്മൾ സാധനം ഓർഡർ ചെയ്തിന് അതിനൊന്നും വേണ്ടിയുള്ളതാണ്. കുട്ടിയൊക്കെ കഴിച്ചാലുള്ള സാധനം ഉണ്ടോ, പിന്നെ കുട്ടിയൊക്കെ പഠിച്ചാനും പറ്റിയ മുതലാണ്, കഴിച്ചാൽ മാത്രമല്ല. ഏതായാലും കൊറിയർ വന്ന ആളെ മൂപ്പർ നമ്മൾ പൈസയും കൊടുത്ത് മടക്കി അയച്ചിക്കണേ. എന്താ സാധനം എന്നുള്ള നിങ്ങളൊന്ന് കണ്ടോക്കി. ഇതാണ് മക്കളെ ആ സാധനം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുറക്കുമ്പോൾ കണ്ടത് തന്നെ ഒരു 8 പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ പലതും ഉണ്ടാവും കേട്ടോ. അത് കുട്ടികൾക്ക് പഠിച്ചാൻ പറ്റിയ ഐറ്റംസ് ആണ്. ബേർഡ്സിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളും, അതേമാതിരി അക്കങ്ങൾ, ഷേപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് പല ഐറ്റംസ് കുട്ടികൾക്കുള്ളതാണ്. മീഷോ നമ്മൾ വില കുറച്ച് വാങ്ങിയതാണ്. നമ്മളെ നാട്ടിലതിന് വില വെച്ചാൽ പെരും വില പറയണം. പിന്നെ നമ്മൾ ഇതൊന്നും ഓൺലൈൻ ഓർഡർ ചെയ്ത് വേറെ എന്താ കേട്ടാ. അതും കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പടം കാണാൻ നിന്നു. ഞായറാഴ്ച അല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ പടം കാണണ്ടേ. എന്ന് പറഞ്ഞ പടം OTT റിലീസാണ്. നല്ല മുന്തിരി ആപ്പിളും വെള്ളമൊക്കെ വെച്ചാണ് നമ്മൾ നല്ല തിയേറ്റർ സെറ്റപ്പിൽ ഇരുന്ന് പടം കാണാൻ റെഡി. നല്ല അടിപൊളി പടം കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ചോറിച്ചാൻ പോയപ്പോൾ ഇതിന്റെ മേലെ കുത്തിരിക്കണേ. എന്തിന്റെ പേരാണോ എങ്ങനെ കയറിയുന്ന ഓളമ്മ കയറ്റി കൊടുത്തേക്കാനും പിന്നെ വേറെ ആരും കയറ്റി കൊടുക്കാമല്ലോ. കയറ്റി കൊടുത്തത് ആരാണെങ്കിലും ഇറക്കി കൊടുക്കാൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. കാരണം ഞാനാണുള്ളവരെ സൂപ്പർ ഡാഡ്. അപ്പോൾ സൂപ്പർ ഹീറോ ആയിട്ട് ഞാൻ തന്നെ വന്നോളെ അവിടുന്ന് മേലിനെ ഇറക്കി രക്ഷപ്പെടുത്തി. ഇന്ന് സ്വാഭാവികമായിട്ടും ഞായറാഴ്ച ഉണ്ടും പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടും ബിരിയാണി കൊണ്ടാൽ തലമണ്ട അടിച്ച് പൊളിച്ചും എന്നുള്ള മുദ്രാവാക്യം അവിടെ വിളിച്ചത് കൊണ്ട് ഞാൻ സാധാ ചോറുമ്മിൽ ഒതുങ്ങി. നല്ല തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു, അതേമാതിരി ഏട്ടത്തലയുടെ കറി ഉണ്ടായിരുന്നു. രണ്ടും കൂട്ടി സ്വസ്ഥനായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ വെറുംചോറ് കഴിച്ചു. അതേപോലെ തന്നെ ഞായറാഴ്ച ആവാൻ കാത്തിക്ക് നമ്മൾ പെരിയുള്ള എല്ലാ ബേക്കറി ഐറ്റംസും ഒന്ന് ടേസ്റ്റ് നോക്കാൻ. നമ്മൾ കൊച്ചിച്ചെല്ലാം ടേസ്റ്റ് ആക്കുള്ളൂ. ഇന്ന് എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് തന്നെ കറുത്തലവിയും 2 ഐറ്റം കേക്കും പിന്നെ ചിപ്സും മിച്ചറും എല്ലാ ഐറ്റംസും ഉണ്ടോ നമ്മൾ ടേസ്റ്റ് നോക്കിയാണ്. സോ ഗൈസ്, that's it for today. സോറി, ഇന്നത്തേക്ക് അത് മതി. എന്തിനാ വെറുതെ കുറേ വീഡിയോസ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കണേ. ഏതായാലും ഞാൻ ഓൾറെഡി വെറുപ്പിക്കാണെന്ന് അറിയാം. എന്നാലും നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ വീണ്ടും ഇടും. അപ്പോൾ നിങ്ങൾ കാണണം. അതുവരെ എൻ്റെ വെറുപ്പിക്കൽ നിങ്ങൾ സഹിച്ചാൽ മതിയോ. സോ ലോട്ട്സ് ഓഫ് ലവ്, സ്നേഹം മാത്രം. ഉടായിപ്പാൻ 2.0. ബൈ. ടാറ്റാ.